പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയലുണ്ട്, ചെന്നൈയിലെ ക്രിക്കറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ നോളജബിൾ ആയിട്ടുള്ള ക്രൗഡാന്ന് നമ്മൾ എപ്പോഴും പറയലുണ്ട്. കാരണം ഇന്റർനാഷണൽ മാച്ചസ് കളിക്കുന്ന സമയത്തെല്ലാം ആരാണോ നന്നായി കളിക്കുന്നത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്രൗഡായിട്ട് നമ്മളെപ്പോഴും ചെന്നൈയെ പറയലുണ്ട്. കാരണം ഈവൻ പാകിസ്ഥാന് വരെ സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്ത ഒരു ക്രൗഡാണ് ചെപ്പോക്കിലെ ക്രൗഡ് 1999 ഇന്ത്യനെ പാകിസ്ഥാൻ ടെസ്റ്റ് മത്സരത്തിൽ ബീറ്റ് ചെയ്യുമ്പോൾ അത്രയും ഒരു അടിപൊളി ടെസ്റ്റ് മത്സരം കണ്ടതിൽ അവർ പാകിസ്ഥാൻ എണിച്ചിന്ന് അപ്രീഷിയേറ്റ് ചെയ്താണ്. പാകിസ്ഥാൻ ടീം അംഗങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും ഒരു വാം വെൽക്കം ഞങ്ങൾക്ക് എവയിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടിയിട്ടില്ല. സോ അത്രയും ഒരു നോളജബിൾ ക്രൗഡിൽ നിന്ന് ഇത്രയ്ക്ക് താഴേക്ക് അധപ്പതിച്ചിരിക്കുന്ന ഒരു ക്രൗഡിനെ നമ്മളിപ്പോ കാണുന്നത്. കാരണം അതിന്റെ നമ്മള് റീസെന്റ് കുറെ വീഡിയോസ് കണ്ടപ്പോ നമുക്ക് ഇത് എന്താണെന്നാണ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ആസ് എ ക്രിക്കറ്റ് ലവർ അല്ലെങ്കിൽ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിക്കുന്നത്. സച്ചിൻ രവീന്ദ്രൻ എന്തിനാണ് കഴിഞ്ഞ കളി 6 അടിച്ച് ഫിനിഷ് ചെയ്ത് നേരത്തെ ഔട്ടായി പോവായിരുന്നില്ലേ? ഒന്നും പറയാല്ല. ആ ഒരു കമന്റ് ഒക്കെ എന്താ പറയാ നമ്മളിപ്പോ. കാരണം റജിനെ മന്നിക്കവേ മാട്ടെ. റജിന തടവി നിൽക്കുമായിരുന്നു. ചെപ്പോക്ക് എന്താണ്, ഗ്രൗണ്ട് എന്താണ്, സ്കോറിങ് എങ്ങനെയാണ്, ഒന്നും ഒരു ഇതുമില്ലാതെ അവർക്ക് എന്താണ്, അവർക്ക് ധോനി 6 അടിക്കണം, ടീം ജയിക്കരുത്. ടീം ഇപ്പൊ ജയിക്കാത്ത സിറ്റുവേഷൻ. അപ്പൊ 5 ബോള് ഇപ്പൊ രജിൻ മുട്ടി നിന്നിട്ട് ലാസ്റ്റ് ബോൾ 7 റൺ വേണ്ടപ്പോ ധോനിക്ക് കൊടുത്തിട്ട് ധോനി 6 അടിച്ച് ഡ്രോ ആക്കുവാണെങ്കിൽ അവര് ഹാപ്പിയാണ്. സോ ധോനി എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ധോണി പറഞ്ഞൊരു വെറ്ററൻ, ഒരു ശോഷിച്ചൊരു സിംഹത്തിനെയും വെച്ചിട്ട് ഇവരൊരു സർക്കസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ ടീം മാനേജ്മെന്റ്. സാധാരണ സർക്കസിൽ ജോക്കേഴ്സ് സർക്കസിനുള്ളിലാണെങ്കിൽ ഇവിടെ തിരിച്ച് ഇത്രയും 20,000 25,000 കൊടുത്തിട്ട് ഈ സർക്കസിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ വന്ന് വെറുതെ ആർക്ക് വിളിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് ഇതിൽ കുറെ ജോക്കേഴ്സ്. എനിക്ക് അത്ര പറയാനുള്ളൂ. കാരണം ഇത് എപ്പോ എൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ വർഷമോ അടുത്ത വർഷമോ ധോണി റിട്ടയർ ആയതിനു ശേഷം അപ്പോഴും ഇവര് പാഷനോടെ വരുന്നുണ്ടോ CSKയിലോട്ട്? ഈ കാശോ 20,000-25,000 കൊടുത്തിട്ട് CSKയുടെ മാച്ച് ഞങ്ങൾ ഇതാ കാണാം. നമുക്കറിയാം റിയൽ CSK ഫാൻസ് എവിടെയാണത്. അതെ, അപ്പൊ വരുന്നുണ്ടോ നമുക്ക് കാണാം. തീർച്ചയായും വരില്ല. അപ്പോ ഞാൻ ഒരിക്കലും ഈ ധോണിക്കെതിരെ സംസാരിക്കുകയല്ല, അല്ലെങ്കിൽ CSK ഫാൻസിനെതിരെ, ചെന്നൈത്തെ ആൾക്കാർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഫാൻസിനെ ഒന്നും പറയല്ല. കാരണം അവിടെ ഇപ്പോഴും നോളജബിൾ ആയിട്ടുള്ള ക്രിക്കറ്റ് ഫാൻസ് ഉണ്ട്, ക്രിക്കറ്റ് ക്രൗഡ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ആക്സസബിൾ അല്ല. ഇപ്പത്തെ അവിടുത്തെ സ്റ്റേഡിയം, അവിടുത്തെ ടിക്കറ്റ് സെയിൽസ് ഒന്നും അവർക്ക് ആക്സസബിൾ അല്ല. അവർക്ക് എപ്പോൾ ആക്സസബിൾ ആവും? വൺസ് ധോണി റിട്ടയർ ആയി പോകുന്ന സമയത്ത് ഗ്രാജുവലി ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ ടിക്കറ്റിന്റെ വില താനെ കുറയും. അപ്പൊ ഈ ബ്ലാക്ക് സെയിൽ കാര്യങ്ങളെല്ലാം നിൽക്കും. അപ്പോ യഥാർത്ഥ ക്രിക്കറ്റ് ഫാൻസ്, CSK ഫാൻസ് കളി കാണാൻ വരും. അന്ന് നമുക്കൊരു നോളജബിൾ ക്രൗഡിനെ നമുക്ക് ചെന്നൈയിൽ കാണാൻ കഴിയും.